വിദ്വേഷങ്ങളും വിഭാഗീയതകളുമാണ് ഏറെ ചർച്ച ചെയ്യപ്പെടുന്നത്. മാനുഷിക ബന്ധങ്ങൾ തകർക്കപ്പെടുന്ന രീതിയിലും സത്യങ്ങളെ വളച്ചൊടിക്കപ്പെടുന്ന രീതിയിലും നമ്മുടെ രാജ്യത്തും ലോകത്തും ഒക്കെ നടക്കുന്ന ചർച്ചകളും ചിന്തകളും പ്രചരണങ്ങളും ഒക്കെ ശരിക്കും കേൾക്കുന്നവരും കാണുന്നവരും അറിയുന്നവരുമാണ് നിങ്ങളൊക്കെ. ഇവിടെ ഇന്ന് ചർച്ച ചെയ്യപ്പെടേണ്ടത് ശരിക്കും മാനവിക ബന്ധങ്ങളെ കൂട്ടിയുണക്കുവാനുള്ള സന്ദേശങ്ങളാണ്. ആ രംഗത്ത് അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ ഈ സമൂഹത്തിന് നൽകിയ സന്ദേശം എന്ത്? അവിടെയാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. ഉദാഹരണമായി നിങ്ങൾ നോക്കൂ, ഇപ്പോൾ ലോകത്തേറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രധാന വിഷയമാണ് ഈ മതങ്ങൾക്ക് മേൽ മറ്റു മതങ്ങൾ ആധിപത്യം ശ്രമിക്കുക, മറ്റൊരു മതത്തെ നശിപ്പിച്ചുകൊണ്ട് ഒരു മതത്തെ ആധിപത്യ സ്വഭാവത്തിലേക്ക് കൊണ്ടുവരുന്ന രീതി നമ്മുടെ ഇന്ത്യയിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എന്നിട്ട് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ ഓരോന്നും നിങ്ങൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും. 1893 ചിക്കാഗോയിൽ നടന്ന ഒരു വലിയ സർവ്വമത സമ്മേളനം US അമേരിക്കയിൽ. അന്ന് വിവേകാനന്ദൻ ചെയ്തൊരു പ്രസംഗത്തിൽ അദ്ദേഹം ആദ്യമായി ചെയ്ത അഭിസംബോധന വലിയ വിഷയമായി സമൂഹത്തിൽ അവതരിപ്പിക്കപ്പെടാറുണ്ട്. സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ഓഫ് അമേരിക്ക എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ പ്രസംഗം അവർ കേൾക്കാൻ തന്നെ പ്രചോദനമായത് അദ്ദേഹത്തിന്റെ ആമുഖമാണ് എന്ന് പറയപ്പെടും. കാരണം ഇന്ത്യയിൽ നിന്ന് വന്ന ഒരു കാഷായ വസ്ത്രം ധരിച്ച ഒരു സ്വാമി എന്താണ് ഇവിടെ പറയുന്നത് എന്ന് താല്പര്യമില്ലാതെ എഴുന്നേറ്റ് പോകാൻ ശ്രമിച്ച ഒരു സമൂഹത്തെ ആ ഒരൊറ്റ യഥാർത്ഥത്തിൽ ആ പദപ്രയോഗത്തിന്റെ ശൈലിയിൽ ഇത്ര വലിയ പ്രാധാന്യതയുണ്ട് എന്ന് ലോകം വിലയിരുത്തുകയും ചില ഗ്രന്ഥകാരന്മാർ അതിനെ വലിയ വിഷയമാക്കി ഹെഡിങ് ഇട്ടുകൊണ്ട് സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ തിരുദൂതർ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തെ മുഴുവൻ ഇങ്ങനെ കാണാൻ തന്നെയാണ് പഠിപ്പിച്ചത്. ഇന്ത്യയിൽ നിന്ന് വന്ന ഒരാൾക്ക് എങ്ങനെ അമേരിക്കയിൽ സിസ്റ്റേഴ്സും ബ്രദേഴ്സും ഉണ്ടാകുമെന്നാണല്ലോ ചോദ്യം. അന്ന് അങ്ങനെ ഒരു പ്രയോഗം സ്വാഭാവികമായും സമൂഹത്തിലില്ല. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ എന്ന് പ്രയോഗിക്കുന്നതിന് പകരം ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് എന്നതിന്റെ ശൈലിയിൽ പറഞ്ഞു, ഇത്രയല്ലേ ഉള്ളൂ. എന്നാൽ അള്ളാഹുവിന്റെ തിരുദൂതരുടെ ജീവിതകാലത്ത് നോക്കൂ നിങ്ങൾ. ചെറിയ ഉദാഹരണം ഒന്ന് മാത്രം. സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് തിരുസദസ്സിൽ വന്നുകൊണ്ട് കുറേ സമയം അവിടെ ഇരിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുകയും തന്റെ യജമാനന്റെ ഈത്തപ്പനത്തോട്ടത്തിൽ പരാഗണം നടത്തുന്ന പ്രവർത്തനമുള്ളത് കൊണ്ട് കൂടുതൽ സമയം ഇവിടെ ഇരിക്കാൻ സുസാധ്യമല്ലാത്തൊരവസ്ഥ വരികയും ഇനി എന്തു ചെയ്യണം എന്ന് അദ്ദേഹം പര്യാലോചിക്കുകയും ചെയ്യുന്ന സമയത്ത് നബിത്തങ്ങൾ അദ്ദേഹത്തിന്റെ ഖിന്ന മുഖം കണ്ടപ്പോൾ എന്താണ് വിഷമം എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഈ സദസ്സിൽ കൂടുതൽ സമയം ചെലവഴിക്കണം എന്നതാണ് എൻ്റെ മോഹം എന്ന് പറയവേ പരിശുദ്ധ പ്രവാചകർ അതിൻ്റെ പരിഹാരം എന്താണെന്ന് പരിശോധിക്കാൻ അദ്ദേഹത്തെ തന്നെ ചുമതലപ്പെടുത്തുകയും അദ്ദേഹം യജമാനനോട് പോയി ചോദിക്കുകയും ചെയ്തപ്പോൾ 300 ഈത്തപ്പന തൈകളുള്ള തോട്ടവും 40 ഊക്കിയ സ്വർണവും വേണം, എങ്കിൽ നിന്നെ മോചിപ്പിക്കാം എന്ന് യജമാനൻ അദ്ദേഹത്തോട് പറയുകയും ചെയ്തു എന്ന് ചരിത്രത്തിൽ കാണുവാൻ കഴിയും. യജമാനൻ ഇത്ര നല്ല കർമ്മശേഷിയുള്ള കായബലമുള്ള ഒരു മനുഷ്യനെ അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. അതുകൊണ്ട് നടക്കാത്ത ഒരു ഉപാധി അദ്ദേഹം ബോധപൂർവം വെച്ചതാണ് എന്ന് ചരിത്രകാരന്മാർ ഉദ്ധരിക്കുന്നു. എന്നാൽ ഇത് വന്ന് പരിശുദ്ധ തിരുദൂതരുടെ സദസ്സിൽ പറഞ്ഞപ്പോൾ നബിത്തങ്ങൾ പറഞ്ഞ ഒരു വാചകമുണ്ട്. വിവേകാനന്ദനൊക്കെ ജനിക്കുന്നതിന്റെ മുമ്പേ നബിത്തങ്ങൾ പറഞ്ഞ വാചകം, അങ്ങ് പേർഷ്യക്കാരനായ അറബി അല്ലാത്ത ഇവരുമായി ഒരു ബന്ധവുമില്ലാത്ത അന്യമതത്തിൽ നിന്ന് തിരിച്ചിങ്ങോട്ട് വന്ന ആ മനുഷ്യനെ കുറിച്ച് നബിത്തങ്ങൾ ഉപയോഗിച്ച പാഠം അഈനു അഖാക്കും, ഈ സഹോദരനെ നിങ്ങൾ സഹായിക്കണം എന്നാണ്. അഈനു അഖാക്കും, അവിടെ അഹ് എന്ന് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ സഹോദരൻ എന്ന ഒരു ഇണക്കം, ഒരു ബന്ധം. ശരിക്കും അവിടെ അദ്ദേഹത്തിന് ആവശ്യമുള്ള മോചനദ്രവ്യം അവിടെ വെച്ച് തന്നെ പിരിച്ചെടുക്കപ്പെട്ടു. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. വിവേകാനന്ദ സ്വാമികൾക്കൊരു സംബോധനയുടെ ഒരു ചെലവ് മാത്രമേ വന്നിട്ടുള്ളൂ. അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ ഈ വാചകം ഉദ്ധരിച്ചുകൊണ്ട് അതിന് വേണ്ട വിഭവം പിരിച്ചെടുത്തു. അന്ന് അദ്ദേഹം ചെയ്ത പ്രസംഗം ചരിത്ര പുസ്തകത്തിൽ വിവേകാനന്ദൻ എന്ന് പറഞ്ഞൊരു വാചകമുണ്ട്. കാലികമായി നമ്മൾ വായിക്കുമ്പോൾ ശ്രദ്ധിക്കണം. അദ്ദേഹം അന്ന് അവിടെ പ്രസംഗിച്ച പ്രസംഗത്തിലെ പ്രധാനപ്പെട്ട മൂല്യം എന്ന് പറയുന്നത് ഒരു മതവും അല്ലെങ്കിൽ ഒരു ദർശനവും മറ്റൊരു ദർശനത്തിന് മേൽ ആധിപത്യം ചെലുത്താൻ ശ്രമിക്കരുത് എന്നാണ്. അങ്ങനെ ചിന്തിക്കുന്ന ആളുകളോട് എൻ്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും എനിക്ക് ഖേദം തോന്നുന്നു, അല്ലെങ്കിൽ ഒരു സഹതാപം തോന്നുന്നു. 1893 സെപ്റ്റംബർ മാസം അദ്ദേഹം ചിക്കാഗോയിൽ ചെയ്ത പ്രസംഗം, നിങ്ങളുടെ കയ്യിൽ നെറ്റ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അടിച്ചാൽ കിട്ടും. അദ്ദേഹം പറഞ്ഞു, ഇഫ് എനിബഡി ഡ്രീംസ്, ആർക്കെങ്കിലും ഇങ്ങനെ ഒരു സ്വപ്നം ഉണ്ടോ? ഇഫ് എനിബഡി ഡ്രീംസ് ഓഫ് ദ എക്സ്ക്ലൂസീവ് സർവൈവൽ ഓഫ് ഹിസ് ഓൺ റിലിജിയൻ,
സ്വന്തം മതത്തിന്റെ ആധിപത്യത്തെക്കുറിച്ച് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടോ? ആൻഡ് ദ ഡിസ്ട്രക്ഷൻ ഓഫ് അതേഴ്സ്, മറ്റുള്ളവരെ നശിപ്പിച്ചുകൊണ്ട് തന്റെ മതദർശനം മറ്റൊന്നിന്റെ മേൽ ആധിപത്യം സ്ഥാപിക്കണമെന്ന ചിന്ത ആർക്കെങ്കിലും ഉണ്ടോ? ഐ പിറ്റി ഹിം ഫോർ ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട്, ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട്, എന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും ഞാൻ അവനോട് സഹതപിക്കുന്നു. അയാൾ പറഞ്ഞ വാക്കതാണ്. അയാൾ എന്ന് പറഞ്ഞ വാക്ക് അസിമിലേഷൻ ആൻഡ് നോട്ട് ഡിസ്ട്രക്ഷൻ എന്നാണ്. പ്രസംഗത്തിന്റെ കാതലതാണ്. എല്ലാത്തിനും ഒരു നല്ല വശങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുക, മറ്റുള്ളതിനെ നശിപ്പിക്കുന്ന സ്വഭാവം, നശീകരണ സ്വഭാവം, ആധിപത്യ സ്വഭാവം ഇല്ലാതാക്കുക. ഇന്നിപ്പോൾ ഇന്ത്യയിൽ നടക്കുന്ന എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഈ അദ്ദേഹത്തിന്റെ പ്രയോഗം നല്ലതിനെ ഉൾക്കൊള്ളാനും നശീകരണ സ്വഭാവമില്ലാതെ എല്ലാവർക്കും മനുഷ്യ സ്വാതന്ത്ര്യം കൊടുക്കുവാനുമുള്ള ഒരാഹ്വാനമാണ് ഈ സമ്മേളനത്തിന്റെ ലക്ഷ്യം എന്ന് അദ്ദേഹം തന്റെ പ്രസംഗത്തിൽ പറയുന്നത്. ഞാനത് പറയാൻ കാരണം, ഇന്നിപ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന നമ്മുടെ രാജ്യത്തെ ഒരു വിഷയമെന്ന രീതിയിലാണ്. എന്നാൽ നിങ്ങൾ നോക്കൂ, ഇതേ ആശയം അഥവാ നന്മയെ ഉൾക്കൊള്ളുകയും അതേസമയം സ്വന്തം മതത്തിന്റെ വിശ്വാസത്തിൽ അന്തസ്സിൽ അഭിമാനം കൊള്ളുകയും അത് സമാധാന മാർഗത്തിൽ പ്രബോധനം ചെയ്യുകയും ചെയ്യുക എന്ന ഒരു ദൗത്യം നിർവഹിക്കാൻ മഹാന്മാരായ പുണ്യ സ്വഹാബത്തിനെ എത്യോപ്യയിലേക്ക് പറഞ്ഞയക്കുമ്പോൾ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ന് പറഞ്ഞൊരു വാചകമുണ്ട്, ലൗ ഖറജ്തും ഇലാ അർദിൽ ഹബ്ശതി, നിങ്ങൾ എത്യോപ്യയിലേക്ക് പുറപ്പെടുകയെങ്കിൽ, അൽബിദായിലുണ്ട് ഈ പദം, അതുപോലെ ഒരുപാട് ചരിത്ര പുസ്തകങ്ങളിലുണ്ട്. ലൗ ഖറജ്തും ഇലാ അർദിൽ ഹബ്ശതി ഫഇന്ന ബിഹാ മലികൻ ലാ യുദ്ലമു ഇൻദഹു അഹദ്, അവിടെ ഒരു രാജാവ് ഭരിക്കുന്നുണ്ട്, അയാളുടെ ആ ഭരണകൂടത്തിന്റെ കീഴിൽ നിങ്ങൾ ചെന്നാൽ യാതൊരു തരത്തിലുള്ള ദ്രോഹവും നിങ്ങൾക്ക് അനുഭവപ്പെടുകയില്ല. ആ പറഞ്ഞ വാചകം നോക്കൂ. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞ വാചകം വഹിയ അർളു സിദഖിൻ, അതൊരു സത്യസന്ധമായ നാടാകുന്നു. നാട് ഭരിക്കുന്നത് ക്രിസ്ത്യാനിയാണ്. നജാഷി രാജാവ് ക്രിസ്ത്യാനിയാണ്. നജാഷി എന്നല്ല, ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്നത് നജാഷി എന്നേ ഉള്ളൂ, നജാഷി എന്നില്ല, നജാഷി എന്നാണ്. ആ നജാഷി എന്ന് പറയുന്ന രാജൻ ആ ഭരണം നടത്തുന്ന സമയത്ത് ആ ഭരണകൂടത്തെ കുറിച്ച് പരിശുദ്ധ തിരുദൂതർ ഇവിടെ വിലയിരുത്തുന്നു, ആ നാട് സത്യസന്ധമായ ഭരണം നടക്കുന്ന ഒരു നാടാണ്. അന്യമതസ്ഥനാണ് ഭരിക്കുന്നത്, അന്യമതമാണ് അവിടുത്തെ മതം എങ്കിൽ പോലും നബിതങ്ങൾ ആ സത്യം അഥവാ അവിടുത്തെ ഒരു നന്മ ഉൾക്കൊള്ളാൻ തയ്യാറായി. നേരത്തെ എന്താണ് വിവേകാനന്ദൻ പ്രസംഗിച്ചത്? ഇത് തന്നെ, അസിമിലേഷൻ നോട്ട് ഡിസ്ട്രക്ഷൻ, മറ്റുള്ളതിന്റെ നന്മ കാണാനുള്ള മനസ്സ്, നശിപ്പിക്കാനുള്ള മനസ്സല്ല. അവിടെ ചെല്ലുന്ന പ്രബോധകരോട് പറഞ്ഞു, അവിടെ ചെന്നാൽ നിങ്ങൾക്കൊരു കുഴപ്പമില്ല. ഹത്താ യജ്അലല്ലാഹു ലക്കും ഫറജം മിമ്മാ അൻതും ഫീഹി ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഇവിടെയുള്ളതിനേക്കാൾ കൂടുതൽ സൗകര്യം അവിടെ ലഭിക്കും. അവിടെ ഭരിക്കുന്ന ഭരണാധികാരി നല്ല മനസ്സുള്ളവനാണ്, അയാൾ നല്ല രീതിയിലാണ് എല്ലാ വിഭാഗത്തോടും പെരുമാറുന്നത്. വഹിയ അർളു സിദ്ഖിൻ എന്ന് പറയുമ്പോൾ അതെന്തൊരു വിശാലമായ മനസ്സാണ്. നന്മയെ ഉൾക്കൊള്ളുന്നതിൽ ഇസ്ലാമിന്റെ പരിശുദ്ധ തിരുദൂതർ ഒരിക്കലും പുറകോട്ട് പോയിട്ടില്ല. ലോകമഹാസമ്മേളനത്തിൽ പ്രസംഗിച്ച പ്രസംഗത്തിന്റെ നൂറ്റാണ്ടുകൾക്കപ്പുറം ഇത് നമുക്ക് കാണിച്ചു തന്നവരാണ് നമ്മുടെ പരിശുദ്ധ തിരുദൂതർ. അതുകൊണ്ട് തന്നെ നമുക്ക് അത്തരമൊരു ഉപദേശം ആരിൽ നിന്നും ലഭിക്കേണ്ടതില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു പ്രസംഗം ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ ഞാനതിനെ ചെറുതാക്കുകയല്ല പറയുന്നത്. അതിനേക്കാൾ വലിയ മാതൃകകൾ ലോകത്ത് സൃഷ്ടിച്ച് കടന്നുപോയ ഉജ്ജ്വല വ്യക്തിത്വമാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. അതിനോട് കടപിടിക്കാൻ ലോകത്ത് ഒരു ചിന്തകനെയോ അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഭാഗത്തെയോ നമുക്ക് കാണുക സാധ്യമല്ല. മാത്രമല്ല, പരിശുദ്ധ തിരുദൂതർ ഒരു ജനതയിൽ വരുത്തിയ പരിവർത്തനത്തിന്റെ ചിത്രം പഠിക്കുമ്പോൾ നമ്മളൊക്കെ പറയും ഒരു ഡാർക്ക് ഏജ് എന്നൊരു പദം മൊത്തത്തിൽ ഉപയോഗിക്കും. അങ്ങനെ ഉപയോഗിച്ചാൽ പോരാ. ശരിക്കും ആ കാലഘട്ടത്തെക്കുറിച്ച് ഒരു വ്യക്തമായ ഹിസ്റ്ററിക്കൽ റിവ്യൂ നടത്തണം. ഖത്തീബുമാരെന്ന രീതിയിൽ നിങ്ങൾ ഗവേഷണം നടത്താൻ തയ്യാറാവണം. ഉള്ളത് മാത്രം പറഞ്ഞു കൊടുത്താൽ പോരല്ലോ. ചരിത്രത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് നമ്മൾ കണ്ടെത്താത്തത് കൂടി കണ്ടെത്തണം. നമ്മൾ യഥാർത്ഥത്തിൽ അന്ന് അറേബ്യൻ സമൂഹത്തിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, നമ്മൾ ശരിക്കും ഒരു ഹിസ്റ്ററിക്കൽ റിവ്യൂ നടത്തുമ്പോൾ, ഒരു ചരിത്രപരമായ അവലോകനം നടത്തുമ്പോൾ ആ രാജ്യത്തിന്റെ ചുറ്റുവട്ടത്തുള്ള പ്രദേശങ്ങളെ കുറിച്ചൊക്കെ പഠിക്കും. ഒന്ന് പേർഷ്യയിൽ ശരിക്കും കിസ്രയുടെ വ്യവസ്ഥാപിതമായൊരു ഭരണമുണ്ട്. എന്താവട്ടെ, ഒരു രാജാവുണ്ട്, ഒരു ഭരണമുണ്ട്, ഒരു നടപടിക്രമം. ഏതൊരു ഭരണകൂടത്തിനും അതിൻ്റെതായ നടപടിക്രമങ്ങളും ചിട്ടകളും ഉണ്ടാവും. പേർഷ്യക്കാരുടെ ഒരു ഭരണഘടനയുണ്ട് എന്ന് പറഞ്ഞാൽ അലിഖിതമായ ചില നിയമങ്ങളും ഭരണവും ഒരു നേതൃത്വമുള്ള ജനതയാണെന്ന് പേർഷ്യക്കാർ. അവിശ്വാസികളാണെന്ന് വേറെ കാര്യം. തൊട്ടപ്പുറത്ത് റോമാണ്, റോമിൽ കൈസറാണ്. പേർഷ്യയിൽ കിസ്രയും റോമിൽ കൈസറും. കൈസറിന്റെ രാജ്യത്തും നല്ല വ്യക്തമായ ഒരു രാജഭരണം നിലനിൽക്കുന്നുണ്ട്.
ആരാധനകൾ എന്താവട്ടെ, ആചാരങ്ങൾ എന്താവട്ടെ, ഒരു രാജഭരണം, ഒരു വ്യക്തമായ നിയമസംഹിത ഉല്ലേഖിതമല്ലെങ്കിലും അവർ പാലിച്ചു പോരുന്ന ചില രാജനീതികളുണ്ട്. തൊട്ടപ്പുറത്ത് ഈജിപ്താണ്. മുക്കൗക്കിസിന്റെ പിന്മറക്കാർ ഭരിക്കുന്ന ഒരു ഭരണകൂടം, ഒരു നേതൃത്വമുണ്ട്. മുക്കൗക്കിസിന്റെ ഭരണകാലഘട്ടത്തെ കുറിച്ച് പഠിക്കുമ്പോൾ അറിയും. വിശാലമായി പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഒരു മണിക്കൂറിനുള്ളിൽ ഇത് ഒതുക്കുകയാണ് ഞാൻ. ശ്രദ്ധിക്കണം നിങ്ങൾ. എത്യോപ്യയിൽ നജാഷി രാജാവ് ഭരിക്കുന്നുണ്ട്. അപ്പൊ പേർഷ്യയിൽ കിസ്രയും, റോമിൽ കൈസറും, ഈജിപ്തിൽ മുക്കൗക്കിസും, എത്യോപ്യയിൽ നജാഷി ചുറ്റുപാടായി. എന്നാൽ ഈ അറേബ്യൻ ഉപദ്വീപിൽ അഥവാ ജസീറത്തുൽ അറബിൽ അന്ന് ഒരു ഭരണവും അതുപോലെ ഇല്ല. അങ്ങനത്തെ ഒരു രാഷ്ട്രനായകനില്ല. ഒരു ചിതറിക്കിടക്കുന്ന സമൂഹം, അവർക്ക് ഒന്നുമില്ലല്ലോ. ആ ചിതറിക്കിടക്കുന്ന സമൂഹത്തിന് നേതൃത്വമില്ല. ആ സമൂഹത്തിന് കൃത്യമായൊരു തത്വമീമാംസയില്ല. തൊട്ടപ്പുറത്തെ രാജ്യങ്ങളിലൊക്കെ കൃത്യമായി കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴും ഇവർക്ക് സാമൂഹ്യ രംഗത്തും രാഷ്ട്രീയ രംഗത്തും അവർ സീറോ, ഒന്നുമല്ല. എല്ലാ ചരിത്രവും നോക്ക് നിങ്ങൾ. ചില നാട്ടാചാരങ്ങളിൽ ലയിച്ചു ചേർന്നിരിക്കുന്ന മുന്തിരിയും അതുപോലെ തന്നെ അല്പം കാരക്കയും ഒക്കെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് മുന്തിരി കള്ളുകൊണ്ട് ജീവിക്കുന്ന ഒരു ജനസമൂഹം, കലഹപ്രിയരായ ഒരു ജനസമൂഹം. ഒരു രാജ്യത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ ചിത്രമാണ് ഞാൻ പറയുന്നത്. രാജ്യത്തിന്റെ വളർച്ചയുടെ ഒരു സ്കെയിൽ എന്ന് പറയുന്നത് അവിടുത്തെ രാഷ്ട്രീയപരമായ മുന്നേറ്റം എന്ന് പറഞ്ഞാൽ രാഷ്ട്രവുമായി ബന്ധപ്പെട്ട, അതുപോലെ തന്നെ ആ പ്രദേശത്തെ സാമൂഹ്യമായ മുന്നേറ്റം, അത് കഴിഞ്ഞ പിന്നെ സാമ്പത്തികം. ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക ക്രമത്തെ ടച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ടത് അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി, ട്രേഡാണ്. അഗ്രികൾച്ചറും ഇൻഡസ്ട്രിയും ട്രേഡും ഇത് മൂന്നുമാണ് രാജ്യത്തിന്റെ വികസനത്തിന്റെ അളവുകോൽ. ഏത് രാജ്യമാണെങ്കിലും ഒന്ന് കൃഷി, അഗ്രികൾച്ചർ, രണ്ടാമത്തെ ഇൻഡസ്ട്രി, വ്യവസായം, മൂന്നാമത്തെ ട്രേഡ്, കച്ചവടം. ഞാൻ പറഞ്ഞു വരുന്നത്, ആകപ്പാട് അവരറിയപ്പെട്ടത് കേവലം ചില സാഹിത്യ സൃഷ്ടികൾ, അതിലവർ ഒറ്റപ്പെട്ട ചില കവികളും സാഹിത്യങ്ങളും അതുപോലെ തന്നെ അക്കാലഘട്ടത്തിലെ അത്തരം ചില കാവ്യ സദസ്സുകളും ഒഴിച്ചാൽ അന്ന് ഈ അറേബ്യൻ ഉപദ്വീപ് എന്ന് പറയുന്നത് സോഷ്യോ കൾച്ചറൽ ഡെവലപ്മെന്റിൽ വളരെ പുറകിലാണ്. അങ്ങനത്തെ ഒരു സമൂഹത്തെ അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശരിക്കും സംരക്ഷിച്ച് ശരിക്കും ഒരു പുതിയ ജീവിതമുണ്ടാക്കി ലോകത്തിന്റെ നെറുകിൽ അവരെ നിർത്തി. ഇത് ലോകം മുഴുവൻ പീപ്പിൾ, എ ക്രൂഡ് നേഷൻ ടു മോസ്റ്റ് സിവിലൈസ്ഡ് പീപ്പിൾ എന്നാണ് പറഞ്ഞത്. ഒരു അപരിഷ്കൃത ജനതയെ നല്ല പരിഷ്കാരികളായ സിവിലൈസേഷനുള്ള നാഗരികതയുള്ള ജനങ്ങളാക്കി മാറ്റി ഒരു സാധാരണ മനുഷ്യനെ പോലെ അവർക്കിടയിൽ ജീവിച്ചുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. വ്യക്തിബന്ധങ്ങൾക്ക് പ്രാധാന്യമില്ലാത്തൊരു കാലഘട്ടം, സാമൂഹ്യ ബന്ധങ്ങൾ എന്തെന്നറിയാത്തൊരു കാലഘട്ടം. അങ്ങനെയുള്ള ഒരു ജനസമൂഹം വളയമില്ലാതെ ചാടുന്നൊരു സമൂഹത്തോട് ആദ്യം പരസ്പരമുള്ള വിശ്വാസം ഉണ്ടാക്കി കൊടുത്തു പരിശുദ്ധ പ്രവാചകർ. വൈയക്തിക ബന്ധങ്ങളുടെ രൂഢമൂലമായ അവസ്ഥ എന്ന് പറയുന്നത് പരസ്പരമുള്ള വിശ്വാസമാണ്. ജമിയത്തുൽ ഖുതബ ആയി നിൽക്കുന്നത് ആത്യന്തികമായി നിങ്ങൾക്ക് സമത്വയോടുള്ള വിശ്വാസമാണ്. പിന്നെ ഇതിന്റെ നേതൃത്വത്തോടുള്ള വിശ്വാസമാണ്. പൂർവികർ കൊണ്ടു നടന്ന ആ മനോഹരമായ പാത ഉൾക്കൊള്ളണം എന്ന നിങ്ങളുടെ മനസ്സിന്റെ അതിപ്രധാനമായ താല്പര്യമാണ് നമ്മളൊരു ജമ്മിയത്തായി നിൽക്കുന്ന. അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ സ്വന്തം ജോലി ചെയ്യാൻ കഴിയാത്തവരല്ല, സംഘടനയില്ലാതെ ചിറക് കുത്തി പറക്കാൻ പറ്റാത്തവരല്ല നിങ്ങളാരും.
നിങ്ങളുടെ പ്രവർത്തന മണ്ഡലം സ്വന്തമായി രൂപപ്പെടുത്താനാവാത്തവരല്ല. പരിമിതികൾ ഉണ്ടാകാം, പക്ഷെ ഒരു ജംഇയ്യത്തായി നിൽക്കുന്നത് പരസ്പര വിശ്വാസത്തിന്റെ ഒരു രാസത്വരകം അതിൻ്റെ ഉള്ളിലുള്ളത് കൊണ്ടാണ്. ആ പരസ്പര വിശ്വാസം മനുഷ്യർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ ആവശ്യമായ ഉപദേശങ്ങളാണ് നബി തങ്ങൾ ആ സമൂഹത്തിന് കൊടുത്തത്. ഹദീസുകൾ പരതുമ്പോൾ അതിന് തുല്യമായ ഒരുപാട് നിർദ്ദേശങ്ങൾ കാണാൻ കഴിയും. പരിശുദ്ധ തിരുദൂതർ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വലാത്തിൽ കൂടെ അതേ ബാക്കി ഉണ്ടാവുള്ളൂ നമുക്ക് അവസാനം. അതൊരു ഹുബ്ബിന്റെ ഭാഗമാണ്. അള്ളാഹു നമ്മിൽ നിന്ന് ഇത് കബൂൽ ചെയ്യട്ടെ. ലാ ഈമാന ലിമൻ ലാ അമാനത ലഹു വലാ ദീന ലിമൻ ലാ അഹ്ദ ലഹു. അവരെ പഠിപ്പിച്ചു. വിശ്വാസത്തെ പഠിപ്പിച്ച ജനസമൂഹത്തോട്, വിശ്വസിക്കാൻ പറഞ്ഞ ജനസമൂഹത്തോട് ലാ ഈമാന ലിമൻ ലാ അമാനത ലഹു. വിശ്വസത പാലിക്കാത്ത ഒരു ജനസമൂഹത്തിന് ഈമാനില്ല. ഈമാന്റെ അതിപ്രധാന ഘടകമാണ് വിശ്വസ്തത, അമാനത്ത്. വലാ ദീന ലിമൻ ലാ അഹ്ദ ലഹു. കരാറുകൾ പാലിക്കാത്ത ആളുകൾക്ക് ദീനുമില്ല. ശരിക്കും ജനസമൂഹത്തെ സംസ്കരിച്ചെടുക്കുക, അതൊരു വല്ലാത്ത വാക്കാണ്. നമ്മളൊരു സമൂഹത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മെ നയിക്കേണ്ട പ്രധാനപ്പെട്ട രണ്ട് ഘടകം അതാണ്. ഒന്ന്, നമുക്ക് കൃത്യമായ അമാനത്തിന്റെ ബോധം വേണം. അമാനത്തിനെ പണ്ഡിതന്മാരുടെ സദസ്സിൽ ഞാൻ പരത്തി പറയേണ്ടതില്ലല്ലോ, നിങ്ങൾക്ക് വിശദീകരിച്ച് തരേണ്ട കാര്യവുമില്ലല്ലോ. അഹ്ദ് എന്ന് പറഞ്ഞാൽ അഹ്ദിന്റെ പ്രധാനം എത്രയാണ്? അല്ലെങ്കിൽ തന്നെ ഇസ്ലാം എന്ന് പറയുന്നൊരു സംഗതിയെക്കുറിച്ച് സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തത് എങ്ങനെയാ? ആളുകളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന് അവരെ കൂട്ടി നിർത്തുന്നതിന്റെ ഘടകം എന്താ? ഇന്നൽ ഇസ്ലാമ ഹിസ്നും മനിഉൻ വബാബുൻ വസീഖ്. ഇസ്ലാം എന്ന് പറയുമ്പോൾ ഭദ്രമായൊരു കോട്ടയും മനോഹരമായൊരു കവാടവുമാണ്. നമ്മൾ ഈ എയർ കണ്ടീഷൻ ചെയ്ത ഈ ഹാളിൽ ഇരിക്കുന്നത് പോലെ ഇതിന്റെ ഗേറ്റ് കടന്ന് ഈ ഹാളിലെത്തിയാൽ എങ്ങനെയുണ്ട്? ഇത് ഹിസ്നും മനിഅൻ വബാബുൻ വസീഖ്, ഭദ്രമായൊരു വാതിലും നല്ലൊരു കോട്ടയും. എന്നിട്ടത് അത് ആലങ്കാരിക പ്രയോഗമാണ്, സിംബോളിക്കാണത്. ആ ആലങ്കാരിക പ്രയോഗത്തെ മനോഹരമാക്കി പഠിപ്പിച്ചു കൊടുത്തു. അവിടെ കൃത്യമായി പറഞ്ഞു, വഹിസ്നുൽ ഇസ്ലാമി അൽ അദ്ൽ വബാബുൽ ഹഖ്. കോട്ടയും ഗേറ്റും വാതിലും അതുപോലെ തന്നെ കോട്ടയും സത്യവും അതുപോലെ തന്നെ നീതിയുമാകും. ഇസ്ലാം എന്നാൽ സത്യവും നീതിയുമാണ്. ഈ കവാടം കടന്നു വന്നാൽ, ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ നീതി പുലർത്തണം, സത്യമേ പറയാം. ഇന്നൽ ഇസ്ലാമ മാ യസാലു മനിഅൻ മസ്തദ്ദ സുൽത്താൻ എന്നാണ് ഉമൈർ ഇബ്നു സഅദ് റളിയല്ലാഹു തആല ഹിംസിൽ പോയി ജനങ്ങളോട് പറഞ്ഞത്. ഇസ്ലാമിന്റെ ഭരണാധികാരിക്ക് കൈക്കരുത്തുണ്ടാകുമ്പോൾ എപ്പോഴും ഇസ്ലാം വളർന്നുകൊണ്ടിരിക്കും. അതൊരു വാചകമാണ്, തെറ്റിദ്ധരിക്കാനിടയുള്ള വാചകം. ഇന്നൽ ഇസ്ലാമ ഹിസ്നും മനിഉൻ എന്ന പ്രസംഗം ചെയ്തിട്ട് അദ്ദേഹം പറഞ്ഞു, ഇസ്ലാം എന്ന് പറയുന്നത് ലോകത്ത് ശക്തിപ്പെട്ടുകൊണ്ടേയിരിക്കും. മസ്ദദ സുൽത്താൻ, സുൽത്താന് ശക്തിയില്ലപ്പോ. എന്നിട്ട് അദ്ദേഹം അത് വിശദീകരിച്ചു. ലൈസത്ത് ശിദ്ദത്തു സുൽത്താനി ലർബം ബിസൈഫി വല ലർബം ബിസൗതി വല ഖത്ലം ബിസൈഫ്. വാളുകൊണ്ട് വെട്ടലോ ചാട്ട കൊണ്ട് അടിക്കലോ അല്ല ഇസ്ലാമിന്റെ സുൽത്താന്റെ ശക്തി. അല്ല, തെറ്റിദ്ധരിക്കണ്ട. വാളുകൊണ്ട് വെട്ടലോ ചാട്ടവാറ് കൊണ്ട് അടിക്കലോ അല്ല ഇസ്ലാമിന്റെ ഭരണാധികാരിയുടെ കൈക്കരുത്ത്. ഇസ്ലാമിന്റെ ഭരണാധികാരിയുടെ കൈക്കരുത്ത് എന്ന് പറയുന്നത് വലാകിൻ അഖ്ദം ബിൽ ഹഖ്, ഹക്ക് മുറുകെ പിടിക്കലാണ്, ദീന് മുറുകെ പിടിക്കലാണ്. വഖലാഅൻ ബിൽ അദ്ൽ, അദ്ൽ കൊണ്ട് വിധിക്കലുമാണ്. ഹക്ക് മുറുകെ പിടിച്ച് അദ്ൽ കൊണ്ട് വിധിക്കുന്ന ഒരു സമൂഹമാണ് മുസ്ലിങ്ങൾ. ഇതാണ് അള്ളാഹുവിന്റെ തിരുദൂതർ ഈ സമൂഹത്തെ പഠിപ്പിച്ചു. ഈ സമൂഹത്തിന്റെ ജീവിതക്രമത്തിന്റെ മൊത്തം ചിത്രം ആ ഒറ്റ വാചകത്തിലുണ്ട്. അതുകൊണ്ടാണ് ലോകത്ത് ഇസ്ലാമിന്റെ പ്രചരണം ഇത്രമേൽ ശക്തിപ്പെട്ടത്. അത് പെട്രോ ഡോളർ കൊണ്ടല്ല, പണം കൊണ്ടല്ല, ആൾക്കൂട്ടത്തെ കണ്ട് പേടിച്ചത് കൊണ്ടല്ല. ഈ ഒരു തത്വ സംസ്കൃതിയിൽ നിന്നുകൊണ്ടാണ് ഇസ്ലാമിനെ ലോകത്ത് പ്രചരിപ്പിക്കാൻ കഴിഞ്ഞത്. തെർക്കുശരി സ്വതക്കത്തുൻ എന്നാണ് നബി തങ്ങൾ പഠിപ്പിച്ചത് സ്വഹാബത്തിന്. ഒരു ഷർ, ഒരു തിന്മ, തെർക്കുഷർ, ഒരു ഷർ ഒഴിവാക്കൽ, സ്വതക്കത്തുൻ, അത് ഒരു ധർമ്മമാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. ഈ കൊച്ചു ഉപദേശം ഒരു മനുഷ്യന്റെ മനസ്സിൽ എത്ര ആഴത്തിൽ പതിയും ചിന്തിക്കണം നിങ്ങൾ. ഒരു മനുഷ്യന് അത് എന്തുമാത്രം സ്വാധീനമുണ്ടാക്കും ചിന്തിക്കണം നിങ്ങൾ. അത്തരമൊരു സ്വാധീന വലയത്തിൽ ജനസമൂഹത്തെ നിർത്തിക്കൊണ്ടാണ് ഇസ്ലാമിനെ വളർത്തിയത്. ലാ തഹ്കിറു ശൈഅൻ മിനൽ മഅറൂഫി, ഒരു നന്മയുടെ ഭാഗവും നിങ്ങൾ ഒഴിവാക്കല്ലേ, നിസ്സാരമാക്കല്ലേ. ഫഇന്ന റജുലൻ ദഖലൽ ജന്നത ബിഇആറതി ഇബ്റത്തിൻ ഫീ സബീലില്ലാഹി. ബിഇആറതി ഇബ്റ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒരു സൂചി ഒരു വ്യക്തി വായ്പ കൊടുത്തതിന്റെ പേരിൽ അവൻ സ്വർഗത്തിൽ കടന്നു. ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓ, എത്ര ചെറിയൊരു കർമ്മം, വിറ്റിട്ടില്ല.
വെറുതെ കൊടുത്തിട്ടുമില്ല, വായ്പ കൊടുത്തിട്ടില്ല. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു സൂചി, ഒരു മുട്ടുസൂചി അല്ലെ ഒരു സൂചി ഇബറത്ത്, അതൊരാളൊരു ദാനം കൊടുത്തതല്ല, മറിച്ച് അയാൾ വായ്പ കൊടുത്തതാ. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ സൂചിക്കും ഒരു നൂലിനും ചിലപ്പോൾ വിലയുണ്ടാവും. ചില കാര്യങ്ങൾക്ക് ചില സന്ദർഭത്തിൽ വലിയ വിലയുണ്ട്. അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു നന്മ ഒരു മനുഷ്യന് ചെയ്തു കൊടുക്കുന്ന ഒരു മനോഭാവം ഒരു മനുഷ്യന്റെ മനസ്സിലുണ്ടെങ്കിൽ അത് വലിയ ഒരു പ്രതിഫലമാണ് അതുകൊണ്ട് ലഭ്യമാകുന്നത് എന്ന് പഠിപ്പിച്ചു കൊടുത്തു. സ്വർഗം വരെ കിട്ടാനത് കാരണമാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ സമൂഹം ഏറെ ഉറ്റുനോക്കിയ, ലോകത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ഇങ്ങനത്തെ ഒരു വ്യക്തിത്വം ചരിത്രത്തിൽ വായിക്കാനില്ല. നിങ്ങൾ എത്രയോ രാഷ്ട്ര നായകന്മാരെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും, എത്രയോ ചിന്തകന്മാരെ കുറിച്ച് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. പല ചിന്തകന്മാരും പല രാഷ്ട്രീയ നേതാക്കളും ഒരുപാട് അനുയായികളെ സമൂഹത്തിൽ വളർത്തിയെടുക്കുകയും അവർക്കിടയിൽ ജീവിക്കുകയും അവരെ സ്നേഹമസൃണമായ പെരുമാറ്റം അനുഭവിക്കുകയും അവരെ കരയിപ്പിച്ചുകൊണ്ട് മരിച്ചു പോവുകയും ചെയ്തിട്ടുണ്ടാവും. ലോകത്ത് അതുപോലത്തെ ഒരുപാട് മാസ് പുള്ളേഴ്സായ, ഒരുപാട് ജനങ്ങളെ ആകർഷിക്കുന്ന ഒരുപാട് വലിയ നേതാക്കളെ നമുക്ക് വായിക്കാനും പഠിക്കാനും ഒക്കെ കഴിഞ്ഞ് നമ്മുടെ നാട്ടിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഏത് നേതാവിനെ നിങ്ങൾ പരിശോധിച്ചാലും ശരി, ഏത് മതത്തിന്റെ നായകന്മാരെ നിങ്ങൾ പരിശോധിച്ചാലും ശരി, ആ നായകന്മാരെയൊന്നും അള്ളാഹുവിന്റെ തിരുദൂതരുടെ വ്യക്തി ജീവിതത്തെയും അവിടുത്തെ ശരീരപ്രകൃതി ശമായിലടക്കം ഇതുപോലെ രേഖപ്പെടുത്തപ്പെട്ട ലോകത്തെ ഒരു നായകന്റെ കഥയും ചിത്രവും ചരിത്രവും എവിടെയും ഉല്ലേഖിതമല്ല. വെല്ലുവിളിച്ച് പറയാം, എവിടെയുമില്ല. എത്രത്തോളം അതിന്റെ ആഴം നമ്മളൊക്കെ ഹദീസിൽ പറയാറുണ്ട്. ഹദീസിൽ ഉദ്ധരിക്കപ്പെട്ട സംശയരഹിതമായി മാ കാന ഫീ റഅസിഹി വലിഹിയതിഹി ഇല്ലാ 17 ഔ 18 ശഅറതൻ ബൈളാ. ഒരു 17 or 18 മുടികളല്ലാതെ അഷ്റഫുൽ ഖൽഖിന്റെ തലയിൽ നരച്ചതായി ഉണ്ടായിരുന്നില്ല അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതെങ്കിലും ഒരു നേതാവിന്റെ, നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ പിതാവിന്റെ പോലും മയ്യത്തടക്കിയ ശേഷം നിങ്ങളുടെ ബാപ്പയുടെ തലയിൽ എത്ര മുടി നരച്ചതുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ പറയാൻ കഴിയുന്ന ഏതെങ്കിലും ഒരുത്തൻ നമ്മുടെ ഈ സദസ്സിലുണ്ടാവുമോ? ഇല്ല. അങ്ങനെ രേഖപ്പെടുത്താറില്ല, അങ്ങനെ ചിന്തിക്കാറില്ല, അത് എണ്ണാൻ ആരും നിൽക്കാറില്ല. ഏറ്റവും മൈന്യൂട്ടാണ് ആ വിഷയം. ഒരു വ്യക്തിയെ വരച്ചു വെക്കുന്നതിൽ ഏറ്റവും മൈന്യൂട്ടായ വിഷയം. എന്തേ അത്ര വലിയൊരു താല്പര്യം ആ വ്യക്തിത്വത്തോട് ലോകം കാണിച്ചു? ഇന്നത്തെ പോലെ ചരിത്രം വളർന്നൊരു കാലഘട്ടമല്ലല്ലോ അന്ന്. ഇന്നാണെങ്കിൽ ഒരു പക്ഷേ നല്ലൊരു ഫോട്ടോ എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ സൂം ചെയ്ത് നോക്കിയാൽ മുടി എണ്ണാൻ പറ്റും. ഇന്ന് കൗമ ചിലപ്പോൾ അങ്ങനെ ചെയ്യും, വാട്സപ്പിലിടും. പക്ഷെ അന്ന് അങ്ങനെയില്ലല്ലോ. അന്ന് ആ തരത്തിലുള്ള യാതൊരു തര സാങ്കേതിക വിദ്യകളും വികസിച്ചു നിൽക്കാത്ത കാലഘട്ടത്തിന്റെ ചിത്രം പഠിക്കണം നമ്മൾ. എന്നിട്ട് പോലും എങ്ങനെ ഇത്ര കൃത്യമായി ഇത് വിലയിരുത്തപ്പെട്ടു എന്ന ചോദ്യം എന്തേ നമ്മുടെ മനസ്സിൽ ഒരു ആന്തോളനം ഉണ്ടാക്കുന്നില്ല? എന്തിനതൊക്കെ എണ്ണി സഹായം? അത്ര വലിയൊരു അടുപ്പം. ആ അടുപ്പത്തിന്റെ പ്രത്യേകത എന്താ? ഹുബ്ബ് തന്നെയാണ്, അത് സ്നേഹം തന്നെയാണ്. വല്ലാത്തൊരു സ്നേഹം നമ്മളൊക്കെ മാതാപിതാക്കളോടും പ്രകടിപ്പിക്കുന്നതിന്റെ അപ്പുറം. എത്രത്തോളം നമ്മളൊക്കെ കാലിൽ ധരിക്കുന്ന, നിങ്ങളെ കാലിൽ നിങ്ങൾ ധരിച്ചിരിക്കുന്ന ചെരുപ്പിന്റെ ഇഞ്ചൊരു പക്ഷെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ശരിക്കും അതിന്റെ ഒരു നീളം നിങ്ങൾ അളന്നു പിടിച്ചു പറഞ്ഞാൽ അതുമ്പോൾ എഴുതിയ ഇഞ്ചും ഈ അളക്കുമ്പോൾ കിട്ടുന്ന വ്യത്യാസം ഉണ്ടാവും. ചെരുപ്പ് കടയിൽ പോയി നമ്മൾ ഇഞ്ച് പറഞ്ഞ് ചെരുപ്പ് വാങ്ങിയാൽ പല ഇഞ്ചും പല കോലായിരിക്കും, ഉറപ്പല്ലേ? ആണല്ലോ. എന്നാൽ അള്ളാഹുവിന്റെ തിരുദൂതർ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധരിച്ചിരുന്ന അവിടുത്തെ പാദരക്ഷയെക്കുറിച്ച് താരീഖിൽ മനോഹരമായി എഴുതിയിട്ടുണ്ട്. അതിന്റെ വലിപ്പം ശരിക്കിങ്ങനെ അളന്നിട്ട് എത്ര ശിബറുണ്ട് എന്ന് കൃത്യമായി ഷമായിൽ യൂസുഫ് നബഹാനി തങ്ങളുടെ മനോഹരമായ വസായിലുൽ ഉസൂലില ഷമായിലുർ റസൂൽ എന്ന ഗ്രന്ഥത്തിൽ അത് വളരെ മനോഹരമായി കവിതാ രൂപത്തിൽ അദ്ദേഹം ഉദ്ധരിച്ചു. വനഅലുൽ കരീമത്തുൽ മസൂന തൂബാ ലിമൻ മസ്സാബിഹാ ജബീന വതൂലുഹാ ശിബ്റുൻ വയസ്ബഅനി വഅർളുഹാ മിമ്മഅലിൽ കഅബാനി സബ്ഉ അസാബിഇ വബത്നുൽ ഖദമി ഖംസുൻ വഫൗക ദഅഫസിത്തുൻ ഫഅലമി. ആ കൊച്ചു കവിതയിൽ മനോഹരമായ ആ ചെരുപ്പിന്റെ നീളം കൃത്യമായി വരച്ചു വെച്ചല്ലോ. വനഅലുൽ കരീമത്തുൽ മസൂന
തൂബാ ലിമൻ മസാബിഹാ ജബീന വതൂലുഹാ ശിബ്റുൻ വഇസ്ബഅനി വതൂലുഹാ അവിടുത്തെ പാദരക്ഷ ശിബ്റുൻ വഇസ്ബഅൻ ഒരു ചാണും രണ്ടു വിരലും. ഇത്ര കൃത്യം. ഇങ്ങനെ കണിശമായി കൃത്യത രേഖപ്പെടുത്തിയ ഒരു ചിത്രം ചരിത്രത്തിൽ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരാളെ കുറിച്ച്? വീതി ചെരുപ്പിന് വ്യത്യസ്തമായിരിക്കും. വിരലുകളുടെ ഭാഗത്ത് വ്യത്യാസം ഉണ്ടാവും, മധ്യഭാഗത്ത് വ്യത്യാസം ഉണ്ടാവും, ഉപ്പുറ്റി എന്ന് പറയുന്ന നമ്മുടെ മടമ്പിന്റെ ഭാഗത്ത് വ്യത്യാസം ഉണ്ടാവും. അതാണ് ഏഴ് വിരല്. അത്ര കണിശമായി കൃത്യമായി ഒരു വ്യക്തിത്വത്തിന്റെ പാദരക്ഷ പോലും രേഖപ്പെടുത്തപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് വ്യക്തിത്വത്തെക്കുറിച്ച് ലോകം മുഴുവൻ അറിയട്ടെ എന്ന് കരുതി ചരിത്രകാരന്മാർ രേഖപ്പെടുത്തി വെക്കുമ്പോൾ അത് എവിടുന്ന് കിട്ടി? അതുപോലും സ്വഹാബത്ത് അളന്ന് മുറിച്ച് കൃത്യത കാണിച്ചു വെച്ചത് കൊണ്ടല്ലേ? അതാണ് ആ വ്യക്തിത്വത്തിന്റെ മഹിമ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. തുല്യതയില്ല ഇതിനൊന്നും. നമ്മൾ തുല്യതയില്ലാത്ത വ്യക്തിത്വം എന്ന് പലരെ കുറിച്ചും പ്രസംഗിക്കും. പക്ഷെ എന്തുകൊണ്ട് തുല്യതയില്ല? ഞാൻ പറയട്ടെ, ഇതിന് തുല്യമായി മറ്റൊരാളുടെ കാര്യം അവതരിപ്പിക്കട്ടെ, അവിടെയാണ് പ്രശ്നം. വേറെ അത് വിലയിരുത്തുമ്പോൾ തന്നെ മാനുഷികമായി സാധാരണക്കാരെ തട്ടിച്ചു നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണപ്പെടുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അമാനുഷികത്വത്തിന്റെ ബാബ് തുറക്കുമ്പോൾ അള്ളാഹുവിന്റെ തിരുദൂതർ ചെയ്ത പ്രവർത്തനം ചരിത്രകാരന്മാർ എല്ലാവരും രേഖപ്പെടുത്തി വെച്ചത് ബദറിന്റെ ദിനത്തിൽ അന്നഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഫഅ ലി ഉക്കാശത ജിദ്ലഹതബിൻ ഉക്കാശ റളിയല്ലാഹു തആല പരിശുദ്ധ പ്രവാചകർ ഒരു മരക്കഷ്ണം എടുത്തു കൊടുത്തു. ഹീനൻ കസറ സൈഫുഹു യൗമ ബദറിൻ, ബദറിന്റെ ദിനത്തിൽ അദ്ദേഹത്തിന്റെ വാള് പൊട്ടിയപ്പോൾ ഉക്കാശ റളിയല്ലാഹു തആല ബദർ ധീരോദാത്തമായ പോരാട്ടം നടത്തുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള വാള് പൊട്ടിപ്പോയി. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു മരക്കഷ്ണം എടുത്തുകൊണ്ട് അല്ലാഹുവിന്റെ തിരുദൂതർ കയ്യിൽ കൊടുത്തിട്ട്, ഈത്തപ്പന തണ്ടാണെന്നും പറയപ്പെടുന്നു, കയ്യിൽ കൊടുത്ത് ഇദ്രിബ്ബിഹി വഖാല ഇദ്രിബ്ബിഹി, നീ ഇതുകൊണ്ട് സമരം ചെയ്തു കൊള്ളുക. ചരിത്രം എഴുതി ഫആദ ഫീ യദിഹി സൈഫൻ സ്വാരിമൻ തവീലൻ അബിയള ശദീദൽ മത്ൻ, നല്ല ബലമുള്ള വെളുത്ത നീളമുള്ള മൂർച്ചയുള്ള സ്വാരിമൻ, മൂർച്ചയുള്ള ഒരു വാളായി അത് രൂപപ്പെട്ടു. ആ നിമിഷം തന്നെ രൂപപ്പെട്ടുവെന്ന് മാത്രമല്ല ഫഖാതല ബിഹി, അതുകൊണ്ട് സമരം ചെയ്തു അദ്ദേഹം ബദറിൽ അതുകൊണ്ട് സമരം ചെയ്തുവെന്ന് മാത്രമല്ല സുമ്മ ലം യസൽ ഇൻദഹു യഷ്ഹദു ബിഹിൽ മശാഹിദ ഇലാ അൻ ഇസ്തുഷ്ഹിദ, അദ്ദേഹം ഷഹീദാകുന്നത് വരെ അത് അദ്ദേഹം ഉപയോഗപ്പെടുത്തി. അപ്പോൾ തൽക്കാലത്തെ ഒരു പ്രതിഭാസത്തേക്ക് വാളായി തോന്നി, അതുകൊണ്ട് വെട്ടി അല്ല. ഒരു യഥാർത്ഥ വാൾ കൈവശം വന്നു, പടപൊരുതി അദ്ദേഹം മരിക്കും വരെ പിന്നെ അത് ഉപയോഗപ്പെടുത്തി. ഈ വാള് ഒരു മരക്കഷ്ണമാണ് നബി തങ്ങൾ കൊടുത്തതെന്ന് ചരിത്രം സാക്ഷി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. അത് പ്രധാനല്ലേ? നിങ്ങൾ കേട്ടോ കൗമ പറയുന്നു. ആയിക്കോട്ടെ, 12:30. കഴിഞ്ഞോ? അതും നിങ്ങൾ തന്നെ പറയണം. ബാങ്ക് കൊടുക്കുമ്പോൾ പ്രസംഗം നിർത്തിയ പിന്നെ എല്ലാവർക്കും സംസാരിക്കാലോ, പറ്റും ഞാൻ മാത്രമേ സംസാരിക്കുള്ളൂ.
ഒരു വാചകമാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം അമ്പ ചെയ്താൽ അത് കുറിക്ക് കൊള്ളുകയും ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുകയും ചെയ്യട്ടെ എന്നാണ്. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന സ്വീകരിച്ച ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്ന രീതിയിൽ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ആ വില്ല്, നബി തങ്ങൾ പറഞ്ഞ സദ്ദിദ് റംയതഹൂന, ആ വാചകം നബി തങ്ങൾ പറഞ്ഞതിന്റെ ശേഷം സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങൾ വില്ല് കൊലച്ചാൽ അത് കറക്റ്റായിട്ട് കൊള്ളും, ഉറപ്പാണ്. അത് ചെന്ന് പതിക്കും, അതിന്റെ ലക്ഷ്യത്തിൽ പതിക്കും. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ ബറക്കത്താണ്. നമുക്കത് കാണാൻ മദീനയിൽ ആധാറുകളൊന്നും സൂക്ഷിക്കാറില്ല അധികം. ഇപ്പോൾ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എന്നാൽ നേരത്തെ തന്നെ ആധാറുകൾ സൂക്ഷിക്കപ്പെട്ട കൂട്ടത്തിൽ നിങ്ങൾ മദീനത്ത് ഉംറക്കൊക്കെ ചെല്ലുമ്പോഴും ഹജ്ജിന് ചെല്ലുമ്പോഴും നിങ്ങൾ മദീനയിലെ ഇജാസ് റെയിൽവേ എന്ന് പറയുന്ന റെയിൽവേ എന്നിരുന്ന സ്ഥലത്ത് ചെറിയ ഒരു മനോഹരമായ പഴയ ചരിത്രങ്ങളൊക്കെ രേഖപ്പെടുത്തി വെച്ചൊരു മ്യൂസിയം ഉണ്ട്. ആ മ്യൂസിയത്തിൽ കയറിയാൽ ഒരു ഗ്ലാസ് ഇട്ട കൂട്ടിൽ കൗസു സഅദ് എന്ന് എഴുതി വെച്ച ആ ബില്ല് അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. 1400 പരം കൊല്ലം മുമ്പ് സഅദ് റളിയല്ലാഹു തആല കയ്യിൽ ഉപയോഗിച്ച വില്ല് ഇന്നും സൂക്ഷിച്ചിരിക്കുന്നു. എന്തൊരു പ്രത്യേകത ഉണ്ടല്ലോ! എത്രയോ സ്വഹാബിമാരുടെ കയ്യിൽ വില്ലുണ്ടായിരുന്നു, എത്രയോ സ്വഹാബിമാർ അത് ആയുധമായി ഉപയോഗിച്ചിരുന്നു. അതൊന്നും സൂക്ഷിക്കപ്പെടാതെ ഇത് മാത്രം എന്തുകൊണ്ട് മദീനയിൽ സൂക്ഷിക്കപ്പെട്ടു? ആ വില്ലിന് ചില പ്രത്യേകതകൾ സ്വഹാബത്ത് കണ്ടിരുന്നു. അതുപയോഗിക്കുന്ന ആൾക്ക് നബി തങ്ങൾ ഒരു വരം കൊടുത്തിരുന്നു. ആ വാചകത്തിന്റെ സവിശേഷത ലോകം നോക്കിക്കണ്ടതുകൊണ്ട് ഇന്നും മദീനയിൽ, ഇപ്പോഴും മദീനയിൽ നിങ്ങൾ ഇനി ഉംറക്ക് പോകുമ്പോൾ ഹിജാസ് റെയിൽവേ സ്റ്റേഷനിലെ ആ കൗണ്ടർ ഒന്ന് പോയിട്ട് അതിന്റെ മുകളിൽ കയറിയാൽ ഒരു ഫീസുമില്ല, സൗജന്യമായി പോയാൽ സഅദ് റളിയല്ലാഹു തആലയുടെ വില്ല് നിങ്ങൾക്ക് ഗ്ലാസ് കൂട്ടിൽ പ്രത്യേകം സൂക്ഷിച്ചത് കാണാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കണ്ടവരും കാണിച്ചവരും ഉണ്ടാകാം, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ചോയ്ൽ ഉസ്താദൊക്കെ കണ്ടിട്ടുണ്ടാവും, കാണിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ മനസ്സിലാക്കണത്. ഇൻഷാ അല്ലാഹ് ഇല്ലെങ്കിൽ കാണണം. സഅദ് റളിയല്ലാഹു തആല കയ്യിൽ പിടിച്ച ആ കൗസ്, ആ വില്ല് അതുപോലെ അവിടെ വെച്ചിട്ടുണ്ട്. നിങ്ങൾ പോയി കണ്ടാൽ മതി. അതെന്തുകൊണ്ട് വെച്ചു ബാക്കി നിങ്ങൾ ചിന്തിച്ചോ. അതാണ് ഞാൻ പറയുന്നത്, വ്യക്തിത്വം എന്ന് പറയുന്നതാണ്. ഒരു വ്യക്തിത്വത്തിന്റെ സവിശേഷതയിൽ അതിപ്രധാനം ശത്രു പോലും എങ്ങനെ വിലയിരുത്തുന്നു എന്നത് ഒരു ഘടകം തന്നെയാണ്. അതും താരീഖിന്റെ കിതാബിൽ കാണാം. അഹ്നസ് എന്ന് പറയുന്ന ശത്രുപക്ഷത്തെ പ്രമുഖൻ നിങ്ങൾക്കറിയാം. അദ്ദേഹത്തിന്റെ വിവരണം തരേണ്ട കാര്യമില്ല. ഇന്നൽ അഹ്നസ് ഇബ്നു ശരീക്കിൻ ലഖിയ അബാ ജഹലിൻ യൗമ ബദറിൻ. വലിയ പ്രാധാന്യമുണ്ട്. എന്താ പ്രാധാന്യം? ഒന്ന്, അഹ്നസ് എന്ന് പറയുന്ന വ്യക്തി ശത്രുവാണ്. ഒന്ന്. രണ്ട്, അഹ്നസ് ഇബ്നു ശരീക്കിൻ ലഖിയ അബാ, അഹ്നസ് ഇബ്നു ശരീർ ശത്രുവായ അബൂജഹലിനെ കാണുകയാണ്. അഹ്നസ് ഇസ്ലാമിന്റെ കൊടിയ ശത്രുവായ, ഏറ്റവും വലിയ ശത്രുവായ അബൂജഹലിനെ കാണുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടൊന്നുമല്ലല്ലോ. അഹ്നസ് ഇബ്നു ശരീഖ് അബൂജഹലിനെ കാണുന്നു. ശ്രദ്ധിക്കണം നിങ്ങൾ. ലഖിയ അബാ ജഹൽ യൗമ ബദറിൻ, ബദർ ദിനത്തിലാണ് കാണുന്നത്. ഇസ്ലാമിന്റെ കൊടിയ ശത്രുവായ അബൂജഹലിനെ കാണുന്നു. അത് ബദറിന്റെ ദിനത്തിലുമാകുന്നു. എന്ന് പറഞ്ഞാൽ ഒരു ശത്രുത നിലനിൽക്കുന്ന, ലൈവായി ശത്രുത നിൽക്കുന്ന സമയത്ത്, അവിടെയാ പ്രത്യേകത. അല്ലാത്തൊരു സമയത്താണെങ്കിൽ പോട്ടെ, ലൈവായിട്ട് ശത്രുത നിലനിൽക്കുന്ന ഒരു സമയത്ത് ഫഖാല ലഹു, അദ്ദേഹത്തോട് പറഞ്ഞു, യാ അബൽ ഹക്കം ലൈസ ഹുനാ വൈരി വൈറുക. അബുൽ ഹക്കമെ എന്ന് പറഞ്ഞാൽ അബൂജഹലിന്റെ നാമം. നമ്മൾ രണ്ടുപേരും മാത്രമേ ഇപ്പോൾ ഇവിടെ ഉള്ളൂ. ലൈസ ഹുനാ വൈരി വൈറുക, ഞാനും നീയുമല്ലാതെ മറ്റാരും ഇപ്പോൾ ഇവിടെ ഇല്ല. അതൊരു പ്രധാനമാണ്. മൂന്നാമത്തെ കാര്യം, ഒന്ന് ശത്രുവാണ്, രണ്ട് ശത്രുത നിലനിൽക്കുന്ന സമയമാണ്, മൂന്ന് മറ്റാരും കേൾക്കാനില്ല. യസ്മഉ കലാമന, നമ്മുടെ സംസാരം കേൾക്കാൻ ഒരു മൂന്നാമൻ ഇവിടെ ഇല്ല. അതുകൊണ്ട് തുഖ്ബിർനി അൻ മുഹമ്മദിൻ സ്വാദിഖുൻ അം കാദിബുൻ. ഈ വ്യക്തി കള്ളനാണോ സത്യസന്ധനാണോ എന്ന് നിനക്ക് എന്നോടൊന്ന് പറയാൻ പറ്റുമോ ഇപ്പോൾ? ഫഖാല അബൂജഹലിൻ, അബൂജഹൽ പറയുന്നു, വല്ലാഹി ഇന്ന മുഹമ്മദൻ ലസ്വാദിഖുൻ വമാ കദബ മുഹമ്മദുൻ ഖത്തു. അദ്ദേഹം സത്യസന്ധനാണെന്ന കാര്യത്തിൽ തർക്കമില്ല, ഒരിക്കൽ പോലും കളവ് പറഞ്ഞിട്ടില്ല. ആരായി സർട്ടിഫൈ ചെയ്യുന്നത്? ഏറ്റവും വലിയ ശത്രു ആരെക്കുറിച്ച്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. വളരെ പ്രധാനമല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ആ പ്രാധാന്യത എന്ന് പറയുന്നത് ഞാൻ ഈ വിവരിച്ച സന്ദർഭവും അതുപോലെ തന്നെ ശത്രുവും ആരുമില്ലാത്തൊരു, അവർക്ക് വേണമെങ്കിൽ സ്വകാര്യമായി പറയാൻ ആ സന്ദർഭത്തിൽ സാധ്യമാകും, എന്തും പറയാം. ഇനി മുഹമ്മദ് കള്ളനാണ് എന്ന് അദ്ദേഹം പറയുമ്പോൾ മറ്റാരും കേട്ടു നിന്നത് കൊണ്ടൊരു പ്രശ്നവും ഉണ്ടാകുന്നില്ല. വളരെ സ്വകാര്യതയിലാ പറയുന്നത്. സ്വകാര്യതയിലുള്ള സത്യം പറയാം. അതാണ് സത്യസന്ധത. ഈ സത്യസന്ധത ജീവിതത്തിൽ ഉടനീളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രകടിപ്പിച്ചു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിനെ 3 ദിവസം പരിശുദ്ധമായ മക്കയിൽ ഹിജ്റ പോയതിന്റെ ശേഷവും നിർത്തിയില്ലേ? എന്തിനാ ഹിജ്റ പോയതിന്റെ ശേഷം അവിടെ നിർത്തിയത്?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ ശത്രുക്കൾ കൊടുത്തേൽപ്പിച്ചിരുന്ന അമാനത്ത് സ്വത്തുക്കൾ അവർക്ക് തിരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി അഖാമ അലിയും ബിമക്കത സലാസ ലയാലിൻ വഅയ്യാമഹ എന്ന് ചരിത്രത്തിൽ പറഞ്ഞില്ലേ, ഹത്താ അദ്ദ അൻഹുൽ വദാഇ അല്ലതി കാനത ഇൻദഹു ലിന്നാസ് താരിഖിലെ വാചകം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ ഈ കൊല്ലാൻ വന്ന ശത്രുക്കൾ കൊടുത്തിരുന്ന സൂക്ഷിപ്പ് സ്വത്തുകൾ ബന്ധപ്പെട്ടവർക്ക് തിരിച്ചു കൊടുക്കാൻ വേണ്ടി 3 ദിവസം അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ മക്കയിൽ നിൽക്കുകയാണ്. എല്ലാവരും മദീനയിൽ പോയ ശേഷം നബി തങ്ങളും സിദ്ദീഖ് തങ്ങളും പോയ ശേഷം താരീഖിലുണ്ട്. അതായിരുന്നു സത്യസന്ധത, അതാണ് പ്രധാനം. അതുകൊണ്ട് തന്നെ നമ്മൾ ആ വ്യക്തിത്വത്തെ ശരിക്കും ഹുബ്ബ് എന്ന് പറയുന്നത് നമ്മുടെ കടമയാണ്. നബി തങ്ങളുടെ വർത്തമാനം പറയുമ്പോൾ ഹുബ്ബ് പല തരത്തിലുണ്ട്. കിതാബുകളിൽ പറയുന്നത് നിങ്ങളൊക്കെ പണ്ഡിതന്മാരായതുകൊണ്ട് താഴെ തട്ടിലെ വിശകലനം ആവശ്യമില്ല, സൂചന മതിയല്ലോ. അനുവദനീയമായ ഹുബ്ബുണ്ട്, ഹലാലായ ഹുബ്ബ്. നമ്മൾ എന്ത് ചെയ്യണം? അനുവദനീയമാണ്, നമുക്ക് ജായിസാണ് എന്ത്? ജനങ്ങളെ സ്നേഹിക്കൽ. കറാഹത്തായ ഹുബ്ബുണ്ട്, ദുന്യാവിനെ സ്നേഹിക്കൽ കറാഹത്താണ്. അമിതമായ ദുന്യവി സ്നേഹം, അങ്ങനെ മഹത്തുക്കൾ തസൂഫിന്റെ കിതാബിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. സുന്നത്താണ് നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ മക്കളെ, ഭാര്യമാരെയൊക്കെ നമ്മൾ സ്നേഹിക്കൽ, അവരോട് ആദ്യമായ സ്നേഹം പ്രകടിപ്പിക്കൽ. എന്നാൽ നിർബന്ധ സ്നേഹമാണ് അള്ളാഹുവിനോടും അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബാകുന്ന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. ആ സ്നേഹം നിർബന്ധമാണ്. ആ സ്നേഹം അമിതമായി നമ്മൾ പ്രകടിപ്പിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ റേഞ്ചിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ അഭൗതികമായി തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ നടക്കുന്നത് കാണാൻ കഴിയും. ഭൗതികമായി ഒരു പക്ഷെ വിലയിരുത്താൻ കഴിയില്ല. നമ്മൾ ചിന്തിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ സംഭവിച്ചതായി താരീഖിന്റെ കിതാബുകളിൽ രേഖപ്പെടുത്തി കാണും. ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ച യൂസുഫ് ബിൻ ഇസ്മായിലിന്റെ ബഹാനി തങ്ങൾ വളരെ മനോഹരമായി തന്റെ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നൊരു വാചകമുണ്ട്. ഇബ്നു അബീ സർആ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ് പറയുന്നത്. താബീകളിൽപ്പെട്ട വലിയ മഹാൻ. അദ്ദേഹത്തെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, ഞാനും എൻ്റെ പിതാവും അബൂ അബ്ദുല്ലാഹ് ഇബ്നു ഖഫീഫ് എന്ന് പറയുന്ന മഹാനും ഞങ്ങൾ 3 പേരും മക്ക വഴി മദീനയിലെത്തി. അവർ മദീനയിലേക്ക് യാത്ര പോവാണ്. മക്കയിൽ പോയി, പിന്നെ മദീനയിൽ പോയി. അങ്ങനെ മക്ക വഴി, ഇത് നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന ഹുജ്ജത്തുല്ലാഹി അലൽ ആലമീൻ ഫീ മുഅ്ജിസാത്തി സയ്യിദുൽ മുർസലീൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ യൂസുഫ് ബിൻ ഇസ്മായിലിന്റെ ബഹാനി തങ്ങൾ എഴുതിയിട്ടുണ്ട്. കെട്ടുകഥയൊന്നും അല്ല പറയുന്നത്. നിങ്ങൾ ഉത്തരവാദപ്പെട്ട ആളുകളാണ്. നിങ്ങളോട് ഒരു കാര്യം പറയുമ്പോൾ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും മാത്രമേ പറയാവൂ. മഹാനായ ആ പണ്ഡിതൻ രേഖപ്പെടുത്തി വെക്കുന്നു, ഹുജ്ജത്തുല്ലാഹി അലൽ ആലമീൻ എന്ന തന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെക്കുന്നു, ഈ പിതാവിന്റെ കൂടെ ഈ കുട്ടിയായിരിക്കുന്ന സമയത്ത് ചെന്ന സമയത്ത് പിതാവിനോട് വിഷമം പറഞ്ഞു, ഭക്ഷണം കിട്ടിയിട്ടില്ല. ഭക്ഷണത്തിന്റെ പരാതി പിതാവിനോട് പറഞ്ഞു. പിതാവിനോട് ഭക്ഷണത്തിന്റെ പരാതി പറയുന്നത് നിങ്ങൾ നോക്കണം. ഇബ്നു അബീ സർആ എന്ന് പറയുന്ന ഇബ്നു അബീ സർആ റളിയല്ലാഹു തആല പറയുന്നു, ഞാൻ ഭക്ഷണത്തെ കുറിച്ച് പരാതിപ്പെട്ടു, കുട്ടികൾക്ക് അങ്ങനെ വിശന്ന് നിൽക്കാൻ കഴിയില്ല. 2-3 തവണ പിതാവിനോട് ആവർത്തിച്ചപ്പോൾ എന്നെയും കൈപിടിച്ചുകൊണ്ട് പിതാവ് റൗദയിൽ ചെന്നുകൊണ്ട് അപ്പോൾ കാര്യം അന്നൊക്കെ മദീനയിൽ പട്ടിണിയും പരിവട്ടവും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകും. പെട്ടെന്ന് വാങ്ങി കഴിക്കാൻ സാമ്പത്തിക പ്രയാസമൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. ചരിത്രകാരന്മാർ പറയുന്നു, റൗദയിൽ ചെന്നുകൊണ്ട് ബഹുമാനപ്പെട്ടവർ അവിടെ വെച്ചുകൊണ്ട് യാ റസൂലല്ലാഹ് ഇന്നാ ലൈഫുകൽ ലൈല, ഞങ്ങൾ ഇന്നു രാത്രിയിൽ അങ്ങയുടെ അതിഥികളാകുന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം അല്പസമയം അവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥന നടത്തി, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിൽ ചരിത്രം ഉദ്ധരിക്കുന്നു, അവിടെ അദ്ദേഹം നിൽക്കുന്ന സമയത്ത് ഈ കുട്ടി പറയുന്നു, പിന്നെ പുഞ്ചിരിച്ചു, സന്തോഷിച്ചു. സന്തോഷത്തിന്റെ കാരണം അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, റഅയ്തു റസൂലല്ലാഹി, ഞാൻ അള്ളാഹുവിന്റെ തിരുദൂതർ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു. ഫവളഅ ഫീ യദി ദറാഹിമ, എന്റെ കയ്യിലേക്ക് കുറച്ച് ദിർഹം നബി തങ്ങൾ തന്നു. കുട്ടി പറയുന്നു, തന്നു എന്ന് വാക്കുകൊണ്ട് പറയുകയല്ല, ഫതഹ യദഹു, അദ്ദേഹത്തിന്റെ കൈ തുറന്നു. അദ്ദേഹം കൈ തുറന്നപ്പോൾ ഫഇദാ ഫീഹാ കദാ, ആ പറഞ്ഞ പോലെ ദിർഹം കയ്യിലുണ്ടായിരുന്നു. ബാപ്പാന്റെ കയ്യിൽ റൗദയിൽ സിയാറത്ത് ചെയ്തുകൊണ്ട് ദുആ നടത്തുമ്പോൾ അദൃശ്യമായ ഈ ദിർഹമുകൾ വന്നു. നമ്മളല്ല പറയുന്നത്, യൂസുഫിന്റെ ബഹാനി തങ്ങൾ എഴുതുന്ന നോക്കണം നിങ്ങൾ. എന്നിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്തു? വബാറകല്ലാഹു ഫീഹാ ഇലാ അൻ റജഅനാ ഇലാ ഷിറാസ, ഞങ്ങളുടെ നാടായ ഷീറാസിലേക്ക് ഞങ്ങൾ തിരിച്ചു പോകുന്നത് വരെ ഞങ്ങൾ അതിൽ നിന്ന് ചെലവഴിച്ചു. ഞങ്ങൾ അതിൽ നിന്ന് ചെലവഴിക്കുമായിരുന്നു. അതിൽ അല്ലാഹു ബർക്കത്ത് ചെയ്തു. ഞങ്ങൾ പോകുന്നത് വരെ ചെലവഴിക്കാൻ ഞങ്ങൾക്ക് ആ ദീർഘമുണ്ടായി. റൗളയിൽ സിയാറത്ത് ചെയ്തപ്പോൾ ലഭ്യമായ ഈ അനുഗ്രഹത്തെ കുറിച്ച് കിതാബുകളിൽ വിശദീകരിച്ച് നമ്മൾ ഓർക്കണം, അത് ഹുബ്ബ് കൊണ്ടാണ്. പരിശുദ്ധ പ്രവാചകരെ അതിരറ്റ് സ്നേഹിക്കുന്നവരെ ഭൗതികമായും ആത്മീയമായും സഹായിക്കും.
അതിനുള്ള കരുത്ത് അല്ലാഹു കൊടുത്തിരിക്കുന്നു. അഷ്റഫുൽ ഖൽഖ് മുത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. ഞാൻ ദീർഘിപ്പിന്നില്ല, ഒരു 5-10 മിനിറ്റ് മാത്രമേ എൻ്റെ മുമ്പിൽ സമയമുള്ളൂ. അബ്ദുൽ ഹമീദ് ഫൈസി അടുത്ത വിഷയത്തിലേക്ക് കടക്കാൻ വേണ്ടി ഇവിടെ ഉണ്ട്. സമയവും അല്പം നീങ്ങിയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ശേഷം മറ്റു വിഷയവുമുണ്ട്. ഇവിടെ നമ്മൾ ഈ ഹുബ്ബ് നമ്മൾ പ്രകടിപ്പിക്കുമ്പോൾ, നമ്മൾ ഈ ആത്മീയമായ ഈ താല്പര്യം പ്രകടിപ്പിക്കുമ്പോൾ നമുക്ക് സ്വഹാബത്തിനേക്കാൾ വലിയ സന്തോഷം ഉണ്ടാകത്തക്ക വിധം വചനങ്ങൾ പോലും അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. നബി തങ്ങളെ കണ്ട് നബി തങ്ങളോട് ഇടപഴകി ജീവിച്ച അവരെക്കാൾ നമ്മൾക്ക് നബി തങ്ങൾ ഒരു സവിശേഷത കൽപ്പിച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്കൊരു പ്രത്യേകത എന്താ? ഒരിക്കൽ അല്ലാഹുവിന്റെ തിരുദൂതർ പറഞ്ഞു, മത്താ അൽകാ ഇഖ്വാനി, ഞാൻ എപ്പോഴാണ് എൻ്റെ ഇഖ്വാനിങ്ങളെ കാണുക, എൻ്റെ സഹോദരങ്ങളെ ഞാൻ എപ്പോഴാണ് കാണുക? ആ സ്വഹാബത്ത് ഇത് കേട്ടപ്പോൾ ഉടനെ ചോദിച്ചു. സ്വഹാബത്തിനോടാ പറയുന്നത്, സദാസമയം നബി തങ്ങൾക്കൊപ്പമുള്ള അനുചര വൃന്ദത്തോട്. ഒരിക്കൽ നബി തങ്ങൾ അങ്ങനെ പറയുമ്പോൾ, യാ റസൂലല്ലാഹ് അലസ്നാ മിൻ ഇഖ്വാനിക്, ഞങ്ങൾ അങ്ങയുടെ ഇഖ്വാനിങ്ങളല്ലേ, എപ്പോഴാണ് ഞാൻ എൻ്റെ ഇഖ്വാനിങ്ങളെ കാണുക എന്ന് നബി തങ്ങൾ ചോദിക്കുമ്പോൾ സ്വഹാബ ചോദിക്കുന്നു, നബിയെ ഞങ്ങൾ അങ്ങയുടെ ഇഖ്വാനിങ്ങളല്ലയോ? ഖാല, എന്താ പറയുന്നത്? ഹൗവർ ദാറ്റ് മോസ്റ്റ് ഓഫ് മുഹമ്മദ്സ് മാരേജ് may be explained at least as much by his pity for forlorn condition of the persons. മുഹമ്മദ് നബി തങ്ങൾ വിവാഹം കഴിച്ച ആളുകളെ ശരിക്കും നമ്മൾ പരിശോധിച്ചാൽ അവരുടെ ദൈന്യത അല്ലെങ്കിൽ അവരുടെ പ്രത്യേക ദശ എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ട് വന്ന സമയത്ത് അവരെ സഹായിച്ചതായിട്ടാണ് കാണാൻ കഴിയുന്നത്. മുഹമ്മദ് നബി വിവാഹം കഴിച്ച വിവാഹങ്ങൾ മുഴുവൻ പരിശോധിച്ചാൽ യുദ്ധത്തിൽ ഭർത്താക്കന്മാർ മരിച്ചുപോയവർ, കുടുംബത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടവർ, അങ്ങനെയുള്ള ചില പ്രത്യേക സാഹചര്യം. ആയിഷ ബീവി റളിയല്ലാഹു തആല വിവാഹം കഴിച്ചതിൽ ഇൽമു സമൂഹത്തിന് കൊടുക്കുക എന്ന ഒരു കാര്യമുണ്ട്. അതിൽ 2000-ൽ പരം ഹദീസുകൾ നിവേദനം ചെയ്തുകൊണ്ട് മഹദി ഇത് തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓരോ വിവാഹത്തിനും കൃത്യവും കണിശവുമായ കാരണങ്ങളുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയും, കൺസേൺഡ് ആസ് ബൈ അതർ മോട്ടീവ്സ്. മറ്റുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ മുൻതൂക്കം വരുന്നത് അവരുടെ കണ്ടീഷൻ നോക്കിക്കൊണ്ട് നിർബന്ധിത ഘട്ടത്തിൽ അവരെ ഏറ്റെടുത്തതാണ്. എന്നിട്ട് പറയുന്നു, they were almost all of them widows. ബഹുഭൂരിപക്ഷവും വിധവകളാണ്. നബി തങ്ങൾ വിവാഹം കഴിച്ചത് ബഹുഭൂരിപക്ഷവും വിധവകളാണ്. who were not remarkable either for their beauty, സൗന്ദര്യം പ്രത്യേകതയുള്ള സ്ത്രീകളായിട്ട് അറിയപ്പെട്ടിട്ടില്ല, or their wealth, സമ്പത്തുള്ളവരായിട്ടും അറിയപ്പെട്ടിട്ടില്ല. സമ്പത്ത് നോക്കിയിട്ടോ സൗന്ദര്യം നോക്കിയിട്ടോ വിവാഹം ചെയ്തെന്ന് പറയാൻ പറ്റില്ല. but quite the reverse, നേരെ എതിരാ, സമ്പത്തും സൗന്ദര്യവും ഇല്ലാത്തവരായിരുന്നു ഭൂരിപക്ഷവും. may note this fact, ഇത് മുഴുവൻ ശരിക്കും ഇങ്ങനെ പരിശോധിച്ച് നോട്ട് ചെയ്തപ്പോൾ അദ്ദേഹം പറയുന്നു, ഒരു കാര്യവും കൂടി പറയേണ്ടതുണ്ട്. എന്താണത്? ആൻഡ് ഹിസ് അൺഡൗട്ടഡ് ഫെയ്ത്ത്ഫുൾനെസ് ടു ഖദീജ, ഖദീജയുമായുള്ള ജീവിതത്തിലെ സത്യസന്ധത. അൺഡൗട്ടഡ് അദ്ദേഹം പറഞ്ഞത്, അൺഡൗട്ടഡ്, ഒരു സംശയമല്ല. ആ ഭാര്യയുള്ള സമയത്ത് മറ്റൊരു ഭാര്യ വിവാഹം കഴിച്ചില്ല, അവരോട് പുറത്തെ ജീവിതം അങ്ങനെയാണ്. എന്നിട്ട് അദ്ദേഹം അവസാനം പറയുന്നു, ടിൽ ഹെർ ഡൈയിങ് ഡേ, ഖദീജ ബിവി മരിക്കുന്ന ദിവസം വരെ അദ്ദേഹം അവരോട് പുറത്തെ സത്യസന്ധതയും കൂടി ഇതിനോട് കൂട്ടിച്ചേർക്കുമ്പോൾ വാസ് 50 years of age, 50 വയസ്സ് വരെ, 25 വയസ്സ് മുതൽ 50 വയസ്സ് വരെ നബി തങ്ങൾ ജീവിച്ച ജീവിതത്തെ വിലയിരുത്തിക്കൊണ്ട് അദ്ദേഹം പറയുന്നു, ഗിവ് us അഡീഷണൽ ഗ്രൗണ്ട്. നമുക്കൊരു അഡീഷണൽ ആയിട്ടുള്ള ഒരു ചോദ്യം വരുന്നുണ്ട്. എന്താ? ടു ഹോപ്പ് ദാറ്റ് കാലുംനി ഓർ മിസ്കൺസെപ്ഷൻ ഹാസ് ബീൻ അറ്റ് വർക്ക് ഇൻ ദ സ്റ്റോറി ഓഫ് സൈനബ. അതാണ് അടിവരേണ്ട വാക്ക്. ഒരു യുക്തിവാദിയെ പോലത്തെ ഒരാളാണ് പറയുന്നത്. എന്താ പറഞ്ഞത്? അദ്ദേഹം പറയുന്നു, ടു ഹോപ്പ് ദാറ്റ് കാലുംനി, അപവാദം, ഓർ മിസ്കൺസെപ്ഷൻ, അല്ലെങ്കിൽ തെറ്റിദ്ധാരണ, ഹാസ് ബീൻ അറ്റ് വർക്ക്, ഒന്നുകിൽ ദുരാരോപണം അല്ലെങ്കിൽ തെറ്റിദ്ധാരണയാണ്, ഹാസ് ബീൻ അറ്റ് വർക്ക് ഇൻ ദ സ്റ്റോറി ഓഫ് സൈനബ. സൈനബയെ കുറിച്ച് ഈ ആരോപണം ഉന്നയിച്ചത് ഒന്നുകിൽ തെറ്റിദ്ധാരണയാണ്, അതല്ലെങ്കിൽ കാലുംനി, ആരോപണമാണ്, ദുരാരോപണമാണ് എന്ന് തീർത്തു പറഞ്ഞു. ബോസ്വത്ത് സുൽത്താന്റെ മുഹമ്മദ് അനസ് ഇസ്ലാമിനെ ശരിക്ക് കശക്കിയിട്ടുണ്ടായിരുന്നു, നന്നായി പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഈ കാര്യവും അയാൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നോക്കണം നിങ്ങൾ, ഇക്കാര്യത്തിൽ മുഹമ്മദിനെ കുറ്റപ്പെടുത്തണ്ട എന്ന് പറഞ്ഞു, വളരെ വ്യക്തമായി. അതാണ് വ്യക്തിത്വം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. ചരിത്രം പഠിച്ചു നോക്കൂ നിങ്ങൾ. എന്റെ സമയം കഴിഞ്ഞു, ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മൾ ഒന്നുകൂടി ജാഗരൂകരാകേണ്ട സമയമാണ്. അതുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക. ജാഗരൂകരാവുക എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന സ്ഥിതിവിശേഷങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ചരിത്രം നേരെ അട്ടിമറിക്കപ്പെടുകയാണ്. ഇപ്പൊ നമ്മുടെ രാജ്യത്ത് സവർക്കർക്ക് ഭാരതരത്ന കൊടുക്കാൻ പോകും. ആലോചിക്കാൻ എന്താ സംഭവം? ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ അദ്ദേഹം വളരെയധികം ത്യാഗത്തോടു കൂടി അതിന്റെ മുന്നിൽ നിന്നൊക്കെ ചില ആളുകൾ പ്രസംഗിക്കുന്നതും
നമ്മുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ വരെ സ്റ്റേറ്റ്മെന്റിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ പരാമർശിച്ചു. സത്യത്തില് 1951 ഒന്നാം സ്വാതന്ത്ര്യ സമരം. സവർക്കർ ജനിക്കുന്നത് തന്നെ 1883. ഒന്നാം സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞ് 26 കൊല്ലം കഴിഞ്ഞിട്ട് അയാൾ ജനിച്ചിട്ടുള്ളത്. അയാളും ഒന്നാം സ്വാതന്ത്ര്യ സമരം തമ്മിലൊരു ബന്ധമൊന്നുമില്ല. അദ്ദേഹം സെല്ലുലാർ ജയിലിലേക്ക് അന്തമാനിലേക്ക് പോയത് നാസിക്കിലെ കലക്ടറെ കൊലപ്പെടുത്തിയ കേസിൽ ആയുധം എത്തിച്ചു കൊടുത്തു എന്നുള്ള കേസിലാണ്. പിന്നെ 5 തവണ അദ്ദേഹം മാപ്പപേക്ഷ കൊടുത്തിട്ടാണ് പൂനെയിൽ ജയിലിലേക്ക് അദ്ദേഹത്തെ മാറ്റിയതും പിന്നെ വിട്ടതൊക്കെ ചരിത്രം പറയുന്നുണ്ട്. നാഥുറാം വിനായക് ഗോഡ്സെയുടെ കൂടെ ഗാന്ധി വധത്തിൽ മുൻപന്തിയിൽ നിന്നു എന്നാണ് പറയുന്നത്. ഗോഡ്സെ തന്നെ പറഞ്ഞു ഞാൻ ഒറ്റക്കാണ് ചെയ്തത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ വിട്ടുകളെ ചെയ്തത്. യഥാർത്ഥത്തിൽ പരിശോധിച്ച് നോക്കേണ്ട കാര്യമാണത്. സത്യത്തിൽ അദ്ദേഹത്തിനൊക്കെ രാജ്യത്ത് ഇത്ര വലിയൊരു പദവി കൊടുക്കുന്നത് സ്വാതന്ത്ര്യ സമരത്തിന്റെ പേരിലാണെങ്കിൽ, അങ്ങനെയാണല്ലോ നമ്മുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി പരസ്യമായി പറഞ്ഞത്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, സമയം അവസാനിച്ചത് കൊണ്ടും വിഷയത്തിന്റെ ഭാഗമല്ലാത്തതുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് അഭിമാനിക്കാനുണ്ട്. 1819 ഡിസംബർ 18 പള്ളിയുടെ മെഹ്റാബിൽ വെച്ച് നിങ്ങളെപ്പോലത്തെ ഒരു പണ്ഡിതനാണ് ഉമർ ഖാദി തങ്ങൾ പറഞ്ഞു ബ്രിട്ടീഷുകാർക്ക് നികുതി കൊടുക്കാൻ പാടില്ല. 819 ഡിസംബർ 18 ഉമർ ഖാദി ജയിലില്ല, കോഴിക്കോട്ടെ ജയിലിൽ, മേഖലൻ ജയിലിലിട്ടു. 819 ഡിസംബർ 18 കോഴിക്കോട്ടെ ജയിലിൽ ഉമർ ഖാദി ഉണ്ട് എന്നതിന് ചരിത്ര രേഖയുണ്ട്. അദ്ദേഹം പള്ളിയിൽ വെച്ചാ പറഞ്ഞത് ഒരിക്കലും ബ്രിട്ടീഷുകാർക്ക് നികുതി കൊടുക്കരുത്. അന്ന് ഗാന്ധിജി ജനിച്ചിട്ടില്ല. മനസ്സിലാക്കണം, ഗാന്ധിജി ജനിക്കാത്തത് ഗാന്ധിജിന്റെ കുറ്റമല്ല കേട്ടോ. 1869 ഒക്ടോബർ 2 ഗാന്ധിജി ജനിക്കുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വാങ്ങി തന്ന ഗാന്ധിജി ജനിക്കുന്നതിന് 50 കൊല്ലം മുമ്പ് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകണം, നികുതി തരികയില്ല എന്ന് പറഞ്ഞത് ഉമർ ഖാദി തങ്ങളാണ്. അതുകൊണ്ട് എന്റെ അഭിപ്രായം, ഭാരതരത് മരണാനന്തരം കൊടുക്കണേ ഉമർ ഖാദി തങ്ങൾക്ക് ആദ്യം കൊടുക്കണം എന്നാണ് എന്റെ അഭിപ്രായം. എന്നിട്ട് മതി വേറെ ഉമർ ഖാദി തങ്ങൾ കൊടുക്കണം, അതല്ല വേണ്ടത്. നോക്ക് നിങ്ങൾ, വാസ്കോഡി ഗാമ 1498 അവിടെ വന്നത്. ഗാമ 491 മഖ്ദൂമുമാര് 1467 മുതൽ 1583 വരെ ഇവിടെ പ്രവർത്തിച്ച 2 മഖ്ദൂമാർ. തഹ്രീദിനെ പോലെ തന്നെ അതിശക്തമായ ഗ്രന്ഥമായ തുഹ്ഫത്തുൽ മുജാഹിദീനും പോർച്ചുഗീസുകാരെ പുറത്താക്കാൻ എഴുതിയത്. 921 ബ്രിട്ടീഷ് ഗസറ്റിൽ അതിപ്രാധാന്യത്തോടെ നിരോധിച്ച സമത്വയുടെ ആലിമ്യങ്ങളായ ചെറുശ്ശേരി ഉസ്താദിന്റെ വാപ്പാന്റെ എളാപ്പുണ്ടായിരുന്ന ബഹുമാനപ്പെട്ട ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മുസ്ലിയാരെയും പാനായിക്കുളം പുതിയാപ്പള അബ്ദുറഹ്മാൻ മുസ്ലിയാരെയും ഗവൺമെന്റ് താക്കീത് ചെയ്ത് വിട്ടത് ഒരു പുസ്തകത്തിന് അംഗീകാരം കൊടുത്ത് അവതാരിക എഴുതിയതുകൊണ്ടാണ്. ഏതാണ് ആ പുസ്തകം? ആ പുസ്തകമാണ് മുഹിമ്മാത്തുൽ മുഅ്മിനീൻ ഫീ തർക്കിൽ മുവാലാത്തി വ തൻസീഹി ജസീറത്തുൽ അറബി മിനൽ മുശ്രിക്കീൻ ആണ് മുഹിമ്മാത്ത് എന്ന് പറയുന്ന ഗ്രന്ഥം. ആമിനുമ്മാന്റെ അകത്ത് പരീക്കുട്ടി മുസ്ലിയാരുടെ ഗ്രന്ഥം കണ്ടുകിട്ടി. പണ്ഡിതന്മാർ ഇന്ത്യക്ക് വേണ്ടി സേവനം മറക്കണ്ട. നിങ്ങളുടെ പൂർവികന്മാർ, നമ്മുടെ പൂർവികരായ പണ്ഡിത മഹത്തുക്കൾ ഇന്ത്യക്ക് വേണ്ടി ചെയ്ത സേവനങ്ങളെ തമസ്കരിച്ചുകൊണ്ട് പുതിയ ചരിത്രമുണ്ടാക്കി ഇന്ത്യയുടെ ചരിത്രം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ നാളെ ഒരുപക്ഷെ പള്ളി മിഹ്റാബുകൾ ഉപയോഗപ്പെടുത്തി ഉമ്മത്തിനെ ബോധവൽക്കരിക്കേണ്ടി വരും. രാജ്യത്തിന്റെ യശസ് കാത്തുകൊണ്ട് രാജ്യദ്രോഹത്തിനും അതുപോലെ തന്നെ തീവ്രവാദത്തിനും എതിരായി ഏറെ ശബ്ദിച്ച പ്രസ്ഥാനമാണ് സമസ്ത.